സോ മമ്മൂക്കാസ് ബസൂക സിനിമ ഒരു കംപ്ലീറ്റ്ലി ആവറേജ് അനുഭവം മാത്രമായിരുന്നു എനിക്ക്. ഡീനോ ഡെന്നീസ് ആണ് സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. പുള്ളിയുടെ ഫസ്റ്റ് ഡയറക്ടറോൾ ഡെബ്യൂ ആണ്. സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളായി വരുന്നത് ഗൗതമേനും മമ്മൂട്ടിയൊക്കെ തന്നെയാണ്. സോ സിനിമയിലേക്ക് വരുമ്പോൾ സിനിമ കംപ്ലീറ്റ് ഒരു ഗെയിം സ്ട്രാറ്റജി പരിപാടിയാണ് പിടിച്ചിരിക്കുന്നത്. മലയാളത്തിൽ പൊതുവെ പിടിക്കാത്ത സാധനമാണ്. സോ കോൺസെപ്റ്റ് വൈസിൽ ഇത് നല്ല രസം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് സിനിമയിലേക്ക് വരുമ്പോൾ എക്സിക്യൂട്ട് ചെയ്തിട്ടാണ് ആക്ച്വലി പാളിപ്പോയിട്ടുള്ളത്. എനിക്ക് സിനിമയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് മറ്റൊരു ഡയറക്ടറാണ് സംവിധാനം ചെയ്യുന്നത്, അല്ലെങ്കിൽ മികച്ച രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യുമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ല അടിപൊളി പടമായിരുന്നു. കാരണം ഇത് സിനിമയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ക്ലൈമാക്സ് രംഗത്തോടെ എത്തുമ്പോഴാണ് കുറച്ചേരം സിനിമ നല്ലതായി മാറുന്നത്, അല്ലെങ്കിൽ കുറച്ച് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുന്നത്. അതും കൂടെ ഇല്ലാതെ സിനിമ ഒരു ആവറേജ് മൂവിയിൽ താഴെ പോയതിന്. ഞാൻ ആവറേജ് മൂവി എന്ന് പറയാൻ കാരണം എനിക്കൊരു 70% ഓഫ് ദ മൂവി അത്രത്തോളം തന്നെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ക്ലൈമാക്സ് രംഗങ്ങളും ഓക്കെയാണ്, പക്ഷെ അത് നല്ല രീതി എക്സിക്യൂട്ട് ചെയ്യാമെന്ന് എനിക്ക് തോന്നി. എനിക്കൊരു ആവറേജ് അനുഭവം, ജസ്റ്റ് ആൻ ആവറേജ് മൂവി, ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കാം അത്രത്തോളം ഉള്ളൂ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഈ പടം മേക്കിങ്ങിലൊക്കെ നല്ല രസമാണ്. കുഴപ്പം അത്യാവശ്യം നല്ല രീതിയിൽ പുള്ളിയുടെ ഡെബ്യൂ എന്ന രീതിയിൽ നല്ല രസമായിട്ട് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. BGM വൈസിനും വലിയ കുഴപ്പമില്ല. പക്ഷേ നമുക്ക് ഫസ്റ്റ് ഹാഫ് ഒക്കെ ഭയങ്കരമായിട്ട് ലാഗ് ഫേസ് ചെയ്യും. കാരണം എന്താ വെച്ചാൽ പടം എഴയുക. ഈ പടം അനാവശ്യം കുറേ സ്ലോ മോഷൻ കാര്യങ്ങളുണ്ട്. പടം ആദ്യം മമ്മൂട്ടി വരുന്നു, മമ്മൂട്ടി കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഗൗതമേനൻ വരുന്നു, പുള്ളിനെ സ്ലോ മോഷൻ പരിപാടിയൊക്കെ ഇട്ട് കാണിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഈ പടത്തിൽ എപ്പോഴും ഒരു ചുമ്മാ ഒരു കാറ് പോയ സ്ലോ മോഷൻ, ബസ് പോയ സ്ലോ മോഷൻ, ഒരു ഡ്രൈവർ അങ്ങോട്ട് നടന്നു പോയ സ്ലോ മോഷൻ, മൊത്തത്തിൽ അനാവശ്യം കുറേ സ്ലോ മോഷൻ കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചാകുവാണ്. അതങ്ങനെ പോകുന്നു. പിന്നെ മെയിൻ കഥയ്ക്കകത്ത് കയറുന്നു. നമ്മൾ ഓർക്കും കഥയ്ക്കകത്ത് കയറുമ്പോൾ പിന്നെ നല്ല ആദ്യം എന്തോ കണ്ട കുറെ കാര്യങ്ങളൊക്കെ കാണിക്കും. നമ്മൾ ഓർക്കും ഇതിനകത്ത് കുറെ സംഭവം ഉണ്ടെന്ന് ഓർത്ത് പടത്തിനകത്തേക്ക് കയറും. പിന്നെ അങ്ങോട്ട് ഒരു രസമില്ലാത്ത രീതിയിലാണ് പടം മുന്നോട്ട് വന്നത്. ക്യാരക്ടർ ഇംപ്ലിമെന്റേഷൻ ഒക്കെ ഒരു കണക്ഷൻ നമുക്ക് കിട്ടത്തില്ല. ചുമ്മാ ഓരോ ക്യാരക്ടർ വരുന്നു, അങ്ങനെ ചെയ്യുന്നു കാര്യങ്ങൾ മുന്നോട്ട് വന്നു. കാരണം എനിക്ക് ഈ പടത്തിന്റെ ക്ലൈമാക്സിലേക്ക് എത്തിക്കാൻ വേണ്ടി എങ്ങനെയോ ചെയ്ത് വെച്ച ഒരു മേക്ക് ചെയ്ത് വെച്ച പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇത് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു കഥയായിരുന്നു. അത് എടുത്തു വെച്ച രീതി നമുക്കൊരു ഒട്ടൊരു ഇമ്പാക്ട് കിട്ടത്തില്ല. ഇപ്പൊ ക്ലൈമാക്സിനോട് എത്തുന്ന കുറെ സാധനമാണെങ്കിൽ പോലും അവിടെയും കുറച്ച് ബെറ്റർ ആക്കുവായിരുന്നേ പോലും, ഇവിടെ ഇങ്ങനെയാണെങ്കിൽ പോലും ആ ക്ലൈമാക്സ് രംഗങ്ങൾ പോലും കുറച്ചുകൂടെ രീതി മാറ്റി ഒന്ന് സെറ്റ് ചെയ്യുമായിരുന്നെങ്കിൽ കുറെ കൂടെ എക്സ്പീരിയൻസ് കിട്ടുന്നത്. സോ മൊത്തത്തിൽ ഒരു ടോട്ടലി ഒരു ആവറേജ് ഫീൽ. പിന്നെ ഇതിനകത്ത് മമ്മൂട്ടിയുടെ അതായത് യൂസ് ചെയ്താക്കുന്ന രീതി അല്ല, പുള്ളിനെ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടാണ്. അത് അസ് യൂഷ്വൽ എല്ലാ പടത്തിലെ പോലെ ഇതിനകത്ത് പക്ഷെ നല്ല കിടിലാണ് പുള്ളിനെ കാണിച്ചിരിക്കുകയും പുള്ളിയുടെ ഓരോ സീൻസും കാര്യങ്ങളൊക്കെ ഭയങ്കര സ്റ്റൈലിഷ് ആണ്. പക്ഷേ അതിനൊരു ഇമ്പാക്ട് നമുക്ക് കിട്ടത്തില്ല. ഇപ്പം ഇങ്ങനത്തെ ഓരോ സംഭവം കാണിക്കുമ്പോൾ എന്തെങ്കിലും ഓരോ പരിപാടി അല്ലെങ്കിൽ ഒരു കാര്യങ്ങളെല്ലാം കാണിച്ചിട്ടാണ് പുള്ളിനെ ഇങ്ങനെയൊക്കെ കാണിക്കുക, നമുക്കൊരു ഇമ്പാക്ട് കിട്ടും. ഇത് ചുമ്മാ കുറെ പുള്ളിയുടെ സ്റ്റൈലിഷ് ഷോർട്സ് എടുത്ത് വെച്ചിരിക്കുന്നു, അങ്ങനെ പോകുന്നു, ഇങ്ങനെ നടക്കുന്നു, കുറെ വണ്ടിയെ പോകുന്നു. അതല്ലാതെ നമുക്കൊരു ഫീൽ കിട്ടാൻ ഒന്നുമില്ല പടത്തിൽ കുറെ സീൻസ് ഇങ്ങനെ റാൻഡം ആയിട്ട് ഒരു കണക്ഷൻ ഇല്ലാതെ ഇങ്ങോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ പടത്തിന്റെ ക്ലൈമാക്സ് രംഗത്തോടെ എത്തുമ്പോഴാണ് നമുക്കൊരു ഫീൽ കിട്ടുന്നത് കുറച്ചല്ല ഈ പടത്തിൽ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യം. പക്ഷെ അതുവരെയുള്ള സീൻസിനൊരു പ്രോപ്പർ ഇത് പ്ലേസ്മെന്റ് എല്ലാം ഉണ്ടായതെങ്കിൽ പടം കുറച്ചുകൂടെ നന്നായതിന്. ഒരു ആവറേജിന്റെ മോളിൽ കിട്ടുന്ന ഒരു അനുഭവം വരേണ്ട സിനിമയായിരുന്നു. പക്ഷേ ഇതൊക്കെ കൊണ്ട് ജസ്റ്റ് ഒന്ന് വൺ ടൈം വാച്ച് ആവും. ഫസ്റ്റ് ഹാഫ് ഒക്കെ ഭയങ്കര ലാഗാണ്. നമുക്ക് ഒരു കണ്ടിരിക്കാന്നുള്ള വേറെ ഒന്നുമില്ല. ആദ്യത്തെ ഒരു മമ്മൂട്ടിയുടെ ടൈറ്റിൽ കാർഡും കഴിയൊക്കെ നല്ല രസമായിട്ടുണ്ട്. പൊതുവെ മറ്റേ നമ്മുടെ ലിയോയിലൊക്കെ പിടിച്ചാക്കുന്ന ഒരു വെറൈറ്റി രീതിയിലാണ് പിടിച്ചാക്കുന്നത്. പിന്നെ ഇതിനകത്തൊരു ക്യാമിയോ റോൾ ഉണ്ട്. തിയേറ്റർ കുറെ നേരം ഭയങ്കര ശാന്തമായിട്ടൊരു ഞാൻ പറഞ്ഞില്ല ഒരു ഹൈ മൂമെന്റ്സ് ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് ഒരു ക്യാമിയോ റോൾ പോയതുണ്ട്. ആ ക്യാമിയോ റോൾ വന്നപ്പോൾ തിയേറ്ററിന് ഒരു ഒച്ച വെച്ചു. അത് ഞാൻ ആരാന്ന് പറയുന്നില്ല, സ്പോയിലർ ആയി പോകും, നിങ്ങൾ തന്നെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക. അത് രസം ഉണ്ടായിരുന്നു. പക്ഷെ ടോട്ടലി ഞാൻ പറഞ്ഞില്ല ഒരു മേക്കിംഗ് വൈസ് ഭയങ്കര രസമുണ്ട് പടം. പക്ഷേ നമുക്ക് ആ മേക്കിംഗ് അത്രത്തോളം വലിയ മേക്കിംഗ് ഉണ്ടായിട്ട് പോലും അതിനകത്ത് കാണാൻ വേണ്ടി ഒന്നും ഇല്ല പടത്തിൽ. ചുമ്മാ കണ്ടിരിക്കാം, ഓരോ സീൻസ് അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു, കുറെ കേസ് അന്വേഷണം പരിപാടിയൊക്കെ ഒരു നമുക്കൊരു ഇത് കിട്ടത്തില്ല. ഇവിടെ നടക്കുന്ന ഇത്ര വലിയ സംഭവമാണ്, അല്ലെങ്കിൽ അത് ആരായിരിക്കും എന്തായിരിക്കും, അങ്ങനത്തെ നമുക്കൊരു ഇതും കിട്ടത്തില്ല. ടോട്ടലി പടം കാണുമ്പോൾ പ്രേക്ഷകന് ഇത് വേണം, ക്യൂരിയോസിറ്റി വേണം. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇനി സംഭവിക്കും. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ബസ്സൊക്കെ ഒരു കംപ്ലീറ്റ്ലി ആവറേജ് ഫീലാണ്. നമ്മളിങ്ങനെ ജസ്റ്റ് കണ്ടോണ്ടിരിക്കും. ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ കഴിഞ്ഞ ഒരു രീതി പോകുന്നു, ഒരു പ്രോപ്പറായിട്ട് ഒന്നുമില്ല ഫസ്റ്റ് ഹാഫ് എടുത്തു പറയാം. ചുമ്മാ കണ്ടുപോകുന്നു. സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നു, അതേ രീതിയിൽ തന്നെ കണ്ടിന്യൂ ആയി പോകുന്നു. ക്ലൈമാക്സോടെ അനുബന്ധിക്കുക പടത്തിന്റെ ഒരു സംഭവം, ഇവരെന്താണ് ഉദ്ദേശിച്ച സാധനമുണ്ട്, ആ സാധനം പ്ലേസ് ചെയ്യുന്നു. അതും എനിക്ക് അത്രത്തോളം കൺവീൻസ് ആയിട്ടില്ല, കുഴപ്പമില്ല എന്നേ ഉള്ളൂ. പക്ഷെ ആ ഐഡിയ നല്ലായിരുന്നു, ആ ഒരു പരിപാടി ഇവർ ഉദ്ദേശിച്ച പരിപാടി നല്ലായിരുന്നു. പക്ഷെ അത് അത്രത്തോളം നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അത് കുറച്ചുകൂടെ ഒരു ബെറ്റർ രീതിയിലായിരുന്നു കഥ അവതരിപ്പിക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ നന്നായി, നല്ലൊരു സാധനമായിരുന്നു. സോ ടോട്ടലി ഇതാണ് എനിക്ക് ബസൂക്കയിൽ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസ്. സോ ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്ന വഴി ഇറ്റ്സ് മീ അഭിജിത്ത് ആൻഡ് യു ആർ വാച്ചിങ് ഫ്ലിക്ക് ആൻഡ് ഫ്രെയിംസ്.